ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ വണ്ടി നമ്മൾ ജന സർവീസിന് വേണ്ടി വന്നതാണ്. ജന സർവീസ് ഗിയറിൻ്റെ കംപ്ലയിൻറ്റൊക്കെ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ഗിയറിൻ്റെ കംപ്ലയിൻറ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്ത് വേണ്ടി നമ്മൾ ഓയിൽ ലീക്കിന് വേണ്ടി അയച്ചായിരുന്നു. അപ്പോൾ ഓയിൽ ലീക്കിന് വേണ്ടി അയച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എഞ്ചിൻ്റെ ഉള്ളത്തെ ബെയറിങ്ങിനൊക്കെ നല്ല രീതിയിൽ ഷേക്ക് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഞ്ചിൻ്റെ ഭാഗം ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഞ്ചിൻ്റെ ഉള്ളത്തെ ഈ 4 ബെയറിങ് നമുക്ക് മാറ്റിവിടണം. ഈ 4 ബെയറിങ് മാറ്റിവിടണം. ഈ ബെയറിങ്ങൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ഉണ്ട്. പിന്നെ അതുമാത്രമല്ല എൻജിൻ കേസിൽ നല്ല രീതിയിൽ ഔട്ടർ ലൂസായിട്ട് കിടക്കണം. ഈ ഒരു ബെയറിങ് അതുപോലെ ഈ ഒരു ബെയറിങ് നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് അഴിഞ്ഞ് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അഴിഞ്ഞ് പോരാൻ പാടില്ല. നമുക്ക് തൽക്കാലം ഇതിൻ്റെ ബെയറിങ്ങൊക്കെ മാറ്റിയിട്ടൊന്ന് വേണം റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഗിയറിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഗിയറിൻ്റെ ഈ സ്പ്രിൻ്റിൻ്റെ ഗിയറിൻ്റെ ഈ ഭാഗത്തുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് ഉണ്ട്. ഈ 2 പാർട്സ് നമുക്ക് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാം. ഗിയർ വീലുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ചെറിയൊരു തേയ്മാനമൊക്കെ കാണിക്കുന്നുള്ളൂ. തൽക്കാലം ഗിയർ വീലുകളൊക്കെ നമുക്ക് അതന്നെ ഉപയോഗിക്കാം. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ സിലിണ്ടറിൻ്റെ ഭാഗം, അതിൻ്റെ പിസ്റ്റൻ്റെ ഭാഗമാണ്. പിസ്റ്റൻ നമുക്കത് ബോർ ചെയ്തിട്ട പിസ്റ്റാണ്. നിലവിലെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സ്ക്രാച്ചേ കാണിക്കുന്നുള്ളൂ. തൽക്കാലം വേണമെങ്കിൽ നമുക്ക് ഈ സിലിണ്ടർ പിസ്റ്റൻ തന്നെ ഉപയോഗിക്കാം. എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പുക വരാൻ ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ ഇതിൽ ഇവിടെയൊക്കെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. പുക വരാനൊക്കെ ചാൻസ് കൂടുതലുണ്ടാവും. പിന്നെ ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ സിലിണ്ടർ പിസ്റ്റൻ മാറ്റിയിട്ട് റീസെറ്റ് ആക്കുന്നതായിരിക്കും നല്ലത്. നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സിലിണ്ടർ പിസ്റ്റനൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹെഡൊക്കെ ഒന്ന് ഫുള്ളായിട്ട് അയച്ച് അതിൻ്റെ വാൾവൊക്കെ ഒന്ന് അയച്ച് അതിന് കാർബണൊക്കെ അയച്ച് ഗൈഡൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാം. സിലിണ്ടർ പിസ്റ്റൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ക്രാങ്കിൻ്റെ ഒക്കെ നോക്കുമ്പോൾ ക്രാങ്കിൻ്റെ കണക്റ്റിംഗ് കാർഡും നല്ല ചെറിയ രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം അയച്ച സ്ഥിതിക്ക് നമുക്ക് ക്ലിയറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഈ ഗിയറിൻ്റെ കംപ്ലയിൻറ്റ് മാത്രം മാറ്റിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ 4 ബെയറിങ്ങും അതുപോലെ ഈ ഗിയറിൻ്റെ ഈ 2 ഷാഫ്റ്റും കൂടി മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും. പിന്നീടുള്ള പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ പുക വരാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് നോക്കി കഴിഞ്ഞാൽ അതൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ അതുപോലെ എൻജിൻ കേസിൽ 2-3 ബോൾട്ടിൻ്റെ ത്രെഡ് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഒരു ത്രെഡ് പോയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ഈ ഭാഗത്ത് ഒരു 2 ത്രെഡ് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്കതൊന്ന് ക്ലിയർ ആക്കി കയറ്റാം. ഏത് രീതിയിൽ ചെയ്യണമെന്നെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി. ക്ലച്ച് ഡിസ്കിൻ്റെ ഭാഗമൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമുക്ക് അതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറയണം. അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ.